പ്രസിഡന്റ് ട്രംപിന് പ്രായം കൂടുന്നു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ച പ്രസിഡന്റ് പറഞ്ഞത് അതെഴുതിയ കാറ്റി റോജേഴ്സ് അകത്തും പുറത്തും വൃത്തികെട്ട വ്യക്തിയാണ് എന്നാണ്. വെറുതെയല്ല പ്രസിഡന്റ് ഫേക്ക് മീഡിയ എന്ന് പറയാറ്. പക്ഷേ ഫേക്കാണെങ്കിലും അല്ലെങ്കിലും ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലതെല്ലാം വളരെ സത്യസന്ധമായിട്ട് തോന്നുന്നു. പ്രസിഡൻറ്റിന് 79 വയസ്സായി. അപ്പോൾ ഏറ്റവും ഉയർന്ന പ്രായത്തിൽ പ്രസിഡൻ്റാകുന്ന വ്യക്തിയാണ് ട്രംപ്. പിന്നെ ബൈഡൻ പ്രസിഡൻ്റ് ആകുമ്പോൾ പോലും 78 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈഡനേക്കാൾ പ്രായം കൂടുതലുണ്ട്. ബൈഡൻ റിട്ടയർ ചെയ്യുമ്പം 82 വയസ്സായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ബൈഡനായിരുന്നു. പക്ഷേ പിന്നെ ട്രംപ് ആ വിരമിക്കുമ്പോൾ ട്രംപ് ആയിരിക്കും ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാരണങ്ങൾ കഴിഞ്ഞ 1-ാം തവണ പ്രസിഡന്റ് ആയപ്പോൾ അക്കാലത്തൊക്കെ പങ്കെടുത്തിരുന്ന അത്ര പരിപാടികളിലൊന്നും ഇപ്പോൾ പ്രസിഡന്റ് പങ്കെടുക്കാറില്ല. രാവിലെ ഒരു 10 മണിക്കാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 12 മണിയാകും ഉച്ചയ്ക്ക് വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ എത്തുന്നതിന്. പിന്നെ നേരത്തെ പോകും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങും. ചില മീറ്റിങ്ങുകളിലൊക്കെ കണ്ണങ്ങ് അടഞ്ഞു പോകും. അങ്ങനെ പിന്നെ പ്രായത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹത്തിന് കാണുന്നുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരും പറയുന്നത്. എന്തായാലും നമുക്ക് ഈ 79 ഒരു പ്രായമല്ല എന്നാണ് നമ്മൾ ഈ മലയാളികളും ഇന്ത്യക്കാരും ചിന്തിക്കേണ്ടത്. ഈ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം 80-ൽ കൂടുതൽ വയസ്സുണ്ടായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. ഇനി കേരളത്തിൽ വരികയാണെങ്കിൽ ഈ 90 വയസ്സ് കഴിഞ്ഞ അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു. അന്ന് സുഗതകുമാരി ടീച്ചർ ചോദിച്ചത്, ഈ നേരത്തെ മുഖ്യമന്ത്രിയായി എല്ലാ കാര്യങ്ങളും എല്ലാ ലെവലിലും എത്തി, ഇനിയും എന്താണ് മോഹം? അപ്പോൾ എത്ര പ്രായമായാലും അധികാരത്തോടുള്ള താല്പര്യമൊന്നും ഒരിക്കലും വിട്ടുപോകില്ല എന്നർത്ഥം. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. 79 ഒരു പ്രശ്നമേ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ കാണുന്ന രീതിയിൽ. പക്ഷേ പ്രസിഡൻറ്റിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള വിവരണങ്ങളൊന്നുമില്ല. ഈ 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട് പ്രസിഡൻറ്റിന്. 244 പൗണ്ടായിരുന്നു തൂക്കം. അത് പക്ഷേ ഇപ്പം 224 പൗണ്ടായി കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 244 അത് കൂടുതലാണ്. അത്രയും പൊക്കം ഉണ്ടെങ്കിൽ കൂടി അത് കൂടുതലാണ്. ഇപ്പം കുറഞ്ഞിരിക്കുന്നു. അപ്പം വല്ല മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. എങ്ങനെയായാലും കുറയുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണം തന്നെ. പിന്നെ ഈ ഒരു റെഡ് മീറ്റ്, അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സ് ഭക്ഷണം, ഇതിൻ്റെയൊക്കെ ആരാധകനാണ് അദ്ദേഹം. അപ്പോൾ റെഡ് മീറ്റ് വളരെ ഉപദ്രവകാരിയാണെന്നാണ് ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത്, വിദഗ്ധരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സ് ഒരു 2 ദിവസത്തിൽ കൂടുതൽ എങ്ങനെയാണ് മക്ഡൊണാൾഡ്സ് കഴിക്കാൻ കഴിയുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലർക്ക് അതിനോട് വലിയ ഇഷ്ടമുണ്ടായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ മിക്ക മലയാളികളുടെയും ടേസ്റ്റ് നമുക്കതങ്ങ് പിടിക്കില്ല. 1-2 ദിവസം കഴിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ചെകിടിച്ചു പോവും. ഈ അമേരിക്കൻ ഭക്ഷണം പലതും, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് പലതും അങ്ങനെയാണ്. നമുക്ക് പറ്റുന്നതല്ല. നമുക്ക് വല്ല ഇഡ്ഡലിയോ ദോശയോ ഒക്കെ കഴിക്കേണ്ട ആളുകളാണ് ഈ ഫാസ്റ്റ് ഫുഡും അതുപോലുള്ള സാധനങ്ങളുമൊക്കെ കഴിക്കാൻ നിർബന്ധരായി തീരുന്നത് പലപ്പോഴും. എന്തായാലും പ്രസിഡൻറ്റിൻ്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വേറൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ പഴയതുപോലെ ഇല്ല. പിന്നെ അന്താരാഷ്ട്ര യാത്രകളൊക്കെ ഒരുപാട് നടത്തുന്നു പ്രസിഡൻറ്റ്. അപ്പോൾ അതിന് പകരം അമേരിക്കയിലൊട്ടാകെ യാത്ര നടത്തണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ വർഷത്തെ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. ഡെമോക്രാറ്റുകൾക്കാണ് നേട്ടമുണ്ടായത്. അടുത്ത ഇടക്കാല മിഡ് ടേം ഇലക്ഷനാണ്. അതിൽ ഈ കോൺഗ്രസിലേക്കും ഇലക്ഷനുണ്ട്, അതുപോലെ തന്നെ ഒട്ടേറെ ഗവർണർ സ്ഥാനത്തേക്കുമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നിൽ വരാനുള്ള സാധ്യത കൂടുതലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രസിഡന്റ് ഇറങ്ങുകയാണെങ്കിൽ പിന്തുണ കൂടും എന്നാണ് ആ വിഭാഗം പറയുന്നത്. അപ്പം അമേരിക്ക ഒട്ടാകെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര കുറച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊന്നും പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെതായ തീരുമാനമുണ്ട്. ആരും പറയുന്നത് അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകാറുമില്ല. എന്തായാലും ഈ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ച്, ഈ പ്രായം സംബന്ധിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ നമുക്കൊരു തമാശയും ഒരു പുതുമയായിട്ടാണ് തോന്നുന്നത്. അതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുമില്ല. ഇപ്പം ബൈഡനെതിരെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യമെല്ലാം ബൗദ്ധികമായിട്ടുള്ള കഴിവുകളെല്ലാം കുറവായിരുന്നു അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് എന്തോ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു, അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത്
അതുകൊണ്ട് അദ്ദേഹത്തിന് ഒപ്പിടാൻ പോലും അറിയത്തില്ലായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഓട്ടോ പെൻ ഉപയോഗിച്ചത് തന്നെ ഒപ്പിടുന്ന പേന ഉപയോഗിച്ചാണ് ഒപ്പിട്ടത്. അതുകൊണ്ട് ഈ പ്രസിഡന്റ് ബൈഡൻ്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് ഒരു ഓട്ടോ പെന്നാണ് വൈറ്റ് ഹൗസിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ എന്താ തിരിച്ചടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നും അധികാരം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കയ്യിലിരിക്കില്ലല്ലോ. മറ്റവർ വരുമ്പം മറ്റവരും ഏത് രീതിയിലാണ് പ്രതികരിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രായവും ഇനി ഇന്ത്യയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 കഴിഞ്ഞു. അപ്പോൾ 75 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം എന്നൊരു അലിഖിത നിയമം BJP അപ്പോൾ അദ്ദേഹവും റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷേ റിട്ടയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മോദിക്ക് പകരം വേറൊരു നേതാവില്ല, അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു നേതാവില്ല. മോദി നിന്നാൽ അടുത്ത തവണയും ജയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ പ്രായം കൂടുതലായിട്ടും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തിയായിരിക്കാം വീണ്ടും ഇലക്ഷൻ നടത്താൻ പോകുന്നതാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കാരണം വേറൊരാളെ മുന്നിൽ നിർത്തി ഇലക്ഷൻ നടത്തിയാൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന വിജയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു പിണറായി സർക്കാരിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഒന്നും കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത്. അപ്പം ഈ 79 ഒരു പ്രായമല്ല, ഈ നയങ്ങളാണ് പ്രധാനം. ആളുകളുടെ പ്രായത്തിലല്ല അവർ ഏത് രീതിയിൽ ഭരിക്കുന്നു, ഏത് രീതിയിൽ അവർ ജനജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെങ്ങനെ രാജ്യത്തെ നയിക്കുന്നു, എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.